പിഹു എന്ന് പറഞ്ഞ ഒരു ചെറിയ കുട്ടി രാവിലെ എഴുന്നേറ്റ് നോക്കുന്നുണ്ട്. പക്ഷെ തൊട്ടടുത്തുള്ള അവളുടെ അമ്മ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല. അവളാന്ന് വെച്ചാൽ താഴെ പോയി നോക്കുകയാണ്. അവിടെ എല്ലായിടത്തും അലങ്കോലായി കിടക്കാണ്. എന്തോ തലേ ദിവസം അവളുടെ ബർത്ത്ഡേ പാർട്ടി ആഘോഷിക്കാണ് ഉണ്ടായത്. പക്ഷെ അതിനിടയിൽ അവളുടെ അമ്മയും അച്ഛനും തമ്മിൽ ഭയങ്കരമായിട്ട് തല്ലുണ്ടാവാണ്. അതുകൊണ്ട് തന്നെ ഈ അമ്മ രാത്രി സ്ലീപ്പിംഗ് പിൽസ് എടുത്ത് ഓവറായിട്ട് കഴിച്ച് സൂയിസൈഡ് ചെയ്യാണ്. ഇപ്പൊ ആ അമ്മ കട്ടിലിൽ മരിച്ചാണ് കിടക്കുന്നത്. ഇപ്പൊ ആ ഒരു വീട്ടിൽ ആ കുട്ടി മാത്രമേ ഉള്ളൂ. ആ കുട്ടിയോടെ പെട്ടുപോകാണ്. താഴേക്ക് വന്ന പിഹു എന്ന് വെച്ചാൽ ഡോർ തുറക്കാനായിട്ട് നോക്കുന്നുണ്ട്. പക്ഷെ അവൾക്ക് ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് അവൾക്ക് ആ ഡോറിന്റെ പിടിയിലേക്ക് ഒന്നും എത്തുന്ന പോലും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ന്യൂസ് പേപ്പർ ആളും ന്യൂസ് പേപ്പർ അവിടെ വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിഹു അത് എടുത്ത് അമ്മയുടെ അടുത്തേക്ക് പോവാൻ വേണ്ടി നോക്കുമ്പോൾ TV ഓൺ ആയിരിക്കുന്നത് അവൾ കാണുന്നുണ്ട്. അവളും അതിൽ പാട്ട് വെച്ച് ഡാൻസ് ചെയ്യുന്നൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് പിഹു ആണെന്ന് വെച്ചാൽ ന്യൂസ് പേപ്പർ എടുത്ത് അവളുടെ അമ്മയുടെ അടുത്ത് പോയതിനു ശേഷം അമ്മ ന്യൂസ് പേപ്പർ വന്നു വായിക്കി എന്ന് പറഞ്ഞ് അമ്മയെ വിളിച്ചോണ്ടിരിക്കുകയാണ്. അമ്മ എണീക്കാത്തത് കണ്ട അവളാന്ന് വെച്ചാൽ കരഞ്ഞ് അമ്മയെ വിളിക്കുന്നുണ്ട്. ഇപ്പൊ പിഹുവിന് ബാത്റൂമിൽ പോകണം. അമ്മ എനിക്ക് നീയല്ല എന്നെ ബാത്റൂമിൽ കൊണ്ടുപോകാറ്, എനിക്ക് ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞ് കരഞ്ഞോണ്ടേ ഇരിക്കുകയാണ്. ഒരു ഘട്ടത്തിൽ അവൾക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും അവൾ സ്വന്തം തന്നെ ചെയ്ത് ബാത്റൂമിലേക്ക് പോകുന്നുണ്ട്. ഇപ്പൊ അവൾക്ക് വാഷ് ചെയ്യാൻ അറിയാത്തതുകൊണ്ട് തന്നെ റൂമിൽ വന്ന് വീണ്ടും അമ്മയെ വിളിച്ചോണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് വാഷ് ചെയ്യാൻ അറിയുന്നില്ല അമ്മ, ഒന്ന് എനിക്ക് എന്ന് പറയുന്നുണ്ട്. ഒരു ടൈമിൽ അമ്മയുടെ ഫോണ് ബെല്ലടിക്കുന്നത് കാണാണ്. അതൊരു കബോർഡിൽ വെച്ചിരിക്കുകയാണ്. അവൾക്ക് എത്താത്തത് കൊണ്ട് തന്നെ ഒരു സ്റ്റൂൾ ഇട്ട് അതിന്റെ മുകളിൽ കയറി അവൾ ആ ഫോൺ എടുക്കാനായിട്ട് നോക്കുന്നുണ്ട്. പക്ഷെ അതിന് മുമ്പ് തന്നെ ആ ഫോൺ കട്ടാവാണ്. ഇപ്പൊ വേറെ നിവർത്തിയില്ലാത്ത ആ കുഞ്ഞു കുട്ടിയാണെന്ന് വെച്ചാൽ സ്വന്തം വാഷ് ചെയ്യാന്ന് വിചാരിച്ച് വെള്ളം ഉപയോഗിച്ച് അവള് തന്നെ കഴുകുന്നുണ്ട്. ബ്രഷില് സ്വന്തമായിട്ട് തന്നെ പേസ്റ്റ് എടുത്ത് അവള് പല്ല് തേക്കുന്നുണ്ട്. പാൻസ് ഇടാൻ വേണ്ടി നോക്കുമ്പോൾ അവൾക്ക് പാന്റ് ഇടാനായിട്ട് പറ്റാതെ അമ്മയോട് വീണ്ടും എണീക്കാനായിട്ട് പറഞ്ഞ് അവൾ കരഞ്ഞോണ്ടിരിക്കുകയാണ്. എനിക്ക് പാന്റ് ഇടാൻ അറിയുന്നില്ല അമ്മ, എണീക്കെന്ന് പറയാണ്. ഇപ്പൊ ദേഷ്യം വന്ന പിഹു ആണെന്ന് വെച്ചാൽ അവളുടെ പാന്റ് എടുത്ത് വലിച്ചെറിയുന്നുണ്ട്. ഇപ്പൊ കരഞ്ഞോണ്ട് പിഹു അമ്മയുടെ മേല് കയറി ഇരുന്നിട്ട് അമ്മ എണീക്കെന്ന് പറഞ്ഞോണ്ടേ ഇരിക്കുകയാണ്. ആ ഒരു ടൈം നമ്മുടെ കയ്യിൽ നിന്ന് ഒരു പിൽസിന്റെ ബോട്ടിൽ നിലത്ത് വീഴുന്നുണ്ട്. അതെന്താണെന്ന് അറിയാതെ ഇതെന്ത് മരുന്നായത് ഞാൻ കഴിക്കട്ടെ എന്ന് ചോദിച്ച ഒരു പിൽസ് എടുത്ത് കൈ വെച്ചിട്ട് അമ്മയോട് ഇത് ഞാൻ കഴിക്കട്ടെ എന്ന് ചോദിക്കുകയാണ്. അതുപോലെ തന്നെ അവൾ അത് കഴിക്കാൻ വേണ്ടി വായിലേക്ക് ഇടുന്ന ആ ഒരു കറക്റ്റ് ടൈമില് ഭാഗ്യത്തിന് ബലൂൺ പൊട്ടിയുണ്ട് അവൾ ആ ഒരു മരുന്ന് അവിടെ താഴ്ത്തിടാണ്. ഇപ്പൊ വീണ്ടും മൊബൈൽ ബെല്ലടിക്കുമ്പോൾ അവള് സ്റ്റൂൾ എടുത്ത് അത് എടുക്കാനായിട്ട് എത്തിയത് നോക്കുന്നുണ്ടെങ്കിലും അവളുടെ കൈ തട്ടിയത് നിലത്തേക്ക് വീഴാണ്. ഇപ്പൊ കൈ തട്ടിയോണ്ട് തന്നെ ആ ഒരു ഫോൺ അറ്റൻഡ് ആവുന്നുണ്ട്. പക്ഷെ അത് താഴെ വീണോണ്ട് പിഹുവിന് അത് എടുക്കാനായിട്ട് പറ്റുന്നില്ല. ഇപ്പൊ ഫോൺ ഓൺ ആയതുകൊണ്ട് തന്നെ അവളുടെ അച്ഛനായിരുന്നു അത് വിളിച്ചിരുന്നത്. അച്ഛനാന്ന് വെച്ചാൽ എത്ര നേരം ഫോൺ എടുക്കാത്തത് കൊണ്ട് തന്നെ അമ്മയോട് നിനക്ക് എന്തൊരു അഹങ്കാരം, നീ ഫോൺ എടുക്കുന്നില്ല അല്ലെ, ഞാൻ നിന്നോട് സംസാരിക്കാനൊന്നല്ല ഇപ്പൊ വിളിച്ചത്, എനിക്ക് എന്റെ മകളോട് സംസാരിക്കാനാണ് വിളിച്ചത് എന്നെല്ലാം പറഞ്ഞ് ചീത്ത പറഞ്ഞോണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ അവരച്ഛൻ പറയാണ് ഞാൻ ധൃതിയിൽ വന്നപ്പോ ആ അയൺ ബോക്സ് ഓഫ് ചെയ്യാനായിട്ട് മറന്നുപോയി, ഈ അയൺ ബോക്സ് ഒന്ന് ഓഫ് ചെയ്ത് വെക്കാനായിട്ട് പറയാണ്. ഇപ്പൊ പിഹു ആണെന്ന് വെച്ചാൽ ആ അയൺ ബോക്സിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അവളുടെ പാന്റ് നേരത്തെ എറിഞ്ഞപ്പോ ആ ബോക്സിലേക്കാണ് വീണതെന്ന് തോന്നുന്നു. ഇപ്പൊ അയൺ ബോക്സിൽ നിന്ന് സ്മോക്ക് വരുന്നത് കണ്ട പിഹു അതിൽ തൊട്ട് നോക്കുമ്പോ ചൂട് കാരണം അവളുടെ കൈ പൊള്ളുന്നുണ്ട്. ഭയങ്കരമായിട്ട് വേദനിച്ചോണ്ട് തന്നെ അവള് ഒരുപാട് കരഞ്ഞ് നമ്മുടെ മുകളിൽ കിടന്ന് അമ്മയോട് നോക്കമ്മ പിഹുവിന്റെ കൈ പൊള്ളി, എനിക്ക് വേദന എടുക്കുന്നു എന്ന് പറഞ്ഞ് കരഞ്ഞോണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ കരഞ്ഞ് അമ്മയുടെ മേത്ത് തന്നെ കിടന്ന് അവൾ ഉറങ്ങി പോകുന്നുണ്ട്. ഇതിനുശേഷം എന്തായെന്ന് അറിയാനായിട്ട് ഇതിന്റെ ഫുൾ മൂവി കാണാൻ താഴെയുള്ള പ്ലേ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി.